അസ്സലാമു അലൈക്കും. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് വൈകുന്നേരം വെറുതെ ഇങ്ങനെ ഇരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് ശർക്കരപ്പയർ ഉണ്ടാക്കിയാലോ. ഇത് ഒരുവിധം എല്ലാവർക്കും അറിയാൻ മതിയാവും. എന്നാലും അറിയാത്തവർക്കായിട്ട് ഞാൻ ഈസി ആയിട്ട് കാണിക്കുക എങ്ങനെ ഉണ്ടാക്കാമെന്ന്. എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര എളുപ്പമാണ്. വീട്ടിലുള്ള സാധനം വെച്ചിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു വിഭവമാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് മമ്പയർ നമ്മൾ കുതിർത്ത് വെക്കണം. കടല അല്ലെങ്കിൽ ചെറുപയറൊക്കെ നമ്മൾ കുതിർത്ത് വെക്കുന്ന അത്രയും ഒരു സമയം വെക്കേണ്ട. ഒരു അരമണിക്കൂർ വെച്ചാൽ മതിയാവും. അതിനുശേഷം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഇതിൽ മണ്ണും കല്ലെല്ലാം ഉണ്ടാവും, അപ്പം അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് കഴുകിയെടുക്കാം. ഇതിലോട്ട് ആവശ്യമുള്ള മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തേങ്ങയാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയത് എടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്കൊരു കപ്പ് അളവിനാണ് എടുത്തിട്ടുള്ളത്. ശേഷം ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ രാഗി പൗഡറിലോട്ട് 6 ടേബിൾ സ്പൂൺ വെള്ളം, എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ ഡബിളായിട്ട് വെള്ളം എടുത്തിട്ട് ഒന്ന് മിക്സാക്കി വെക്കാം. അതിനുശേഷം വേവിച്ച് വെച്ചിട്ടുള്ള മമ്പയറിലോട്ട് ജാഗ്രി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ജാഗ്രി പൗഡർ ഇല്ലാത്തവർക്ക് ശർക്കര ഉപയോഗിച്ചാൽ മതി. ശർക്കര തന്നെയാണ്, ഞാൻ അതിൻ്റെ പൊടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇല്ലാത്തവർക്ക് ശർക്കര ഉപയോഗിച്ചാൽ നമ്മൾ മധുരത്തിനനുസരിച്ചിട്ട് എത്രയാണോ വേണ്ടത് അത്ര ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ വേവിച്ച് വെച്ച മമ്പയറിലോട്ട് ഈ ഒരു മിക്സ് ഒഴിച്ച് കൊടുക്കുക. ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ തേങ്ങ ചിരകിയതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം തേങ്ങ ആഡ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റും കൂടി വെക്കുക. അതിനുശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഭയങ്കര ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.